ഓം ശാന്തി. 27/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ ശ്മശാനത്തെ ദേവസ്ഥാനം ആക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഈ ശ്മശാനമാകുന്ന പഴയ ലോകത്തോട് പൂർണ്ണമായും വൈരാഗ്യം വേണം. ചോദ്യം: പരിധിയില്ലാത്ത ബാബ തൻ്റെ ആത്മീയ കുട്ടികളുടെ വണ്ടർഫുൾ സെർവൻ്റാണ്. എങ്ങനെ? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങളുടെ അലക്കുകാരനാണ്. കുട്ടികളായ നിങ്ങളുടെ എന്നല്ല, മുഴുവൻ ലോകത്തിൻ്റെയും മോശമായ വസ്ത്രം സെക്കൻഡിൽ ശുചിയാക്കുന്നു. ആത്മാവാകുന്ന വസ്ത്രം സ്വച്ഛമാകുന്നതിലൂടെ ശരീരവും ശുദ്ധമായത് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള വണ്ടർഫുൾ സെർവൻ്റാണ്. മന്മനാഭവയുടെ അത്ഭുത മന്ത്രത്തിലൂടെ എല്ലാവരെയും സെക്കൻഡിൽ ശുചിയാക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു. അഹം ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ശാന്തിധാമത്തിലേക്ക് പോകുന്നതിനായി ഏതെങ്കിലും പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നില്ല. ആത്മാവ് സ്വയം ശാന്ത സ്വരൂപമാണ്. ശാന്തിധാമത്തിൽ വസിക്കുന്ന ഒന്നാണ്. അല്പം സമയം ശാന്തമായിരിക്കുവാൻ സാധിക്കും. ആത്മാവ് പറയുന്നു, ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ ഭാരം കാരണം ക്ഷീണിച്ചു പോയി. ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു, ശരീരത്തിൽ നിന്നും വേറിടുന്നു. പക്ഷേ കർമ്മം ചെയ്യുക തന്നെ വേണം. ശാന്തിയിൽ എത്ര നാളിരിക്കും? ആത്മാവ് പറയുന്നു, ഞാൻ ശാന്തി ദേശത്തിൽ വസിക്കുന്നവനാണ്. കേവലം ഇവിടെ ശരീരത്തിൽ വരുന്നതിലൂടെ ഞാൻ ടോക്കി ആയിരിക്കുന്നു. അഹം ആത്മാ അവിനാശി, മമ ശരീരം വിനാശിയാണ്. അതായത് ഞാൻ ആത്മാവ് അവിനാശിയാണ്, എൻ്റെ ശരീരം വിനാശിയാണ്. ആത്മാവാണ് പാവനവും പതീതവുമാകുന്നത്. സത്യയുഗത്തിൽ 5 തത്വങ്ങളും സതോ പ്രധാനമാണ്. ഇവിടെ 5 തത്വങ്ങളും തമോ പ്രധാനമാണ്. സ്വർണത്തിൽ കലർപ്പ് ചേരുമ്പോൾ സ്വർണം പതീതമാകുന്നു. പിന്നെ അതിനെ സ്വച്ഛമാക്കുന്നതിനായി അഗ്നിയിലിടുന്നു. ഇതിൻ്റെ നാമം തന്നെ യോഗ അഗ്നി എന്നാണ്. ലോകത്തിൽ അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗങ്ങളും മറ്റും പഠിപ്പിക്കുന്നു. അതിനെ യോഗാഗ്നി എന്ന് പറയില്ല. യോഗ അഗ്നി ഇതാണ്. ഇതിലൂടെ പാപം കത്തുന്നു. ആത്മാവിനെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നവൻ പരമാത്മാവാണ്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എല്ലാവർക്കും പതീതവും തമോ പ്രധാനവും ആവുക തന്നെ വേണം. ഇത് വൃക്ഷമാണ്. ഇതിൻ്റെ ബീജരൂപം മുകളിലാണ്. ബാബയെ വിളിക്കുമ്പോൾ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. ആരിൽ നിന്നാണോ നിങ്ങൾ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ഒന്ന് ഇപ്പോൾ താഴെ വന്നിരിക്കുകയാണ്. പറയുന്നു, എനിക്ക് വരേണ്ടി വരുന്നു. അനേകം വെറൈറ്റി ധർമ്മങ്ങളുടെ മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷം ഇപ്പോൾ തമോ പ്രധാനവും പതീതവുമാണ്. ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. സത്യയുഗത്തിൽ ദേവതമാരും കലിയുഗത്തിൽ അസുരന്മാരുമാണ്. ബാക്കി അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധം നടന്നിട്ടില്ല. നിങ്ങൾ ഈ ആസുരീയ 5 വികാരങ്ങളുടെ മേൽ യോഗബലത്തിലൂടെ ജയം നേടുന്നു. അല്ലാതെ ഏതെങ്കിലും ഹിംസാത്മകമായ യുദ്ധത്തിൻ്റെ കാര്യമല്ല. നിങ്ങൾ ഒരു പ്രകാരത്തിലും ഹിംസ ചെയ്യുന്നില്ല. ഒരിക്കലും ആരെയും അടിക്കുകയുമില്ല. നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. കാമകഠാര പ്രയോഗിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. ബാബ പറയുന്നു,
ഈ കാമകഠാര ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. വികാരത്തിൽ പോകാൻ പാടില്ല. ദേവതമാരുടെ മുന്നിൽ മഹിമ പാടുന്നുവല്ലോ, താങ്കൾ സർവഗുണസമ്പന്നമാണ് എന്ന്. ആത്മാവ് പറയുന്നു, നമ്മൾ പതീതമായിരിക്കുന്നു, അതിനാലാണ് ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നത്. പാവനമായിരിക്കുമ്പോൾ ആരെയും വിളിക്കുന്നില്ല. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ സാധു സന്യാസിമാരും മറ്റും എത്ര ഈണം മുഴക്കുന്നു, ഹേ പതീത പാവന സീതാരാം എന്ന്. ബാബ പറയുന്നു, ഈ സമയം മുഴുവൻ ലോകവും പതീതമാണ്. ഇതിൽ ആരുടെയും ദോഷമില്ല. ഈ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഞാൻ വരുന്നത് വരെയും ഇവർക്ക് തൻ്റെ പാട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ജ്ഞാനം, ഭക്തി, പിന്നെ വൈരാഗ്യം. പഴയ ലോകത്തോട് വൈരാഗ്യം. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. അവരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പഴയ വീടിനോട് വൈരാഗ്യം ഉണ്ടാകുന്നുവല്ലോ. പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗമാകുന്ന വീട് നിർമ്മിച്ചു തരികയാണ്. ഇപ്പോഴാണെങ്കിൽ നരകമാണ്. സ്വർഗമാണ് പുതിയ ലോകം, നരകം പഴയ ലോകമാണ്. ഇപ്പോൾ പഴയ ലോകത്തിലിരുന്ന് നമ്മൾ പുതിയ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ ശ്മശാനത്തിൽ നമ്മൾ ദേവസ്ഥാനം നിർമ്മിക്കും. ഈ യമുന തീരം ഉണ്ടായിരിക്കും. ഇതിന്മേൽ കൊട്ടാരം തയ്യാറാകും. ഈ ഡൽഹിയും യമുന നദിയും മറ്റും ഉണ്ടായിരിക്കും. ബാക്കി ഈ പാണ്ഡവരുടെ കോട്ട ഉണ്ടായിരുന്നതായി കാണിക്കുന്നതെല്ലാം കെട്ടുകഥകളാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് തീർച്ചയായും വീണ്ടും ഇത് നിർമ്മിക്കും. എങ്ങനെയാണോ നിങ്ങൾ യജ്ഞം, തപം, ദാനം തുടങ്ങിയവ ചെയ്തു വന്നത്, അത് വീണ്ടും ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങൾ ശിവന്റെ ഭക്തി ചെയ്യുന്നു. ഫസ്റ്റ് ക്ലാസ് ക്ഷേത്രം നിർമ്മിക്കുന്നു. അതിനെ വ്യഭിചാരി ഭക്തി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനമാർഗത്തിലാണ്. ഇതാണ് അവ്യഭിചാരി ജ്ഞാനം. ഒരേ ഒരു ശിവബാബയിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നു. ആ ഒന്നിൻ്റെ ഭക്തി നിങ്ങൾ ആദ്യം തുടങ്ങി. ആ സമയം മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ വളരെ സുഖമുള്ളവരായി കഴിയുന്നു. ദേവതാധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. പേര് പറയുമ്പോൾ തന്നെ മുഖം മധുരിതമാകുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ബാബയിൽ നിന്ന് തന്നെ ജ്ഞാനം കേൾക്കുന്നു. ബാബ പറയുന്നു, മറ്റാരിൽ നിന്നും കേൾക്കരുത്. ഇതാണ് നിങ്ങളുടെ അവ്യഭിചാരി ജ്ഞാനം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുകയാണ്. ബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്, നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച്. ബാബയും അല്പസമയത്തേക്ക് വേണ്ടി സാകാരത്തിൽ വന്നിരിക്കുന്നു. പറയുന്നു, എനിക്ക് തന്നെ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം നൽകേണ്ടത്. എനിക്ക് സ്ഥായിയായ ശരീരമില്ല. ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ശിവജയന്തിയിൽ നിന്നും പിന്നെ ഉടൻ ഗീതാ ജയന്തി ഉണ്ടാകുന്നു. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ജ്ഞാനം ആരംഭിക്കുന്നത്. ഈ ആത്മീയ വിദ്യ നിങ്ങൾക്ക് സുപ്രീം ആത്മാവ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജലത്തിൻ്റെ കാര്യമില്ല. ജലത്തെ ജ്ഞാനം എന്ന് പറയുകയില്ല. പതീതത്തിൽ നിന്നും പാവനമാകുന്നത് ജ്ഞാനത്തിലൂടെയാണ്. ജലത്തിലൂടെ പാവനമാവുകയില്ല. നദികൾ മുഴുവൻ ലോകത്തിലുമുണ്ടല്ലോ. ഇതാണെങ്കിൽ ജ്ഞാനസാഗരമായ ബാബ വരുന്നു. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നോളജ് കേൾപ്പിക്കുന്നു. ഇവിടെ എപ്പോഴെങ്കിലും ആരെങ്കിലും മരിക്കുകയാണ് എങ്കിൽ വായിൽ ഗംഗാജലം ഒഴിക്കുന്നു. ഈ ജലം പതീതത്തിൽ നിന്നും പാവനമാക്കുന്ന ഒന്നാണെന്നും അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുമെന്നും മനസ്സിലാക്കുന്നു. ഇവിടെയും ഗോമുഖത്തിൽ പോകുന്നു. വാസ്തവത്തിൽ
ഗോമുഖം ചൈതന്യത്തിൽ നിങ്ങളാണ്. നിങ്ങളുടെ മുഖത്തിൽ നിന്നും ജ്ഞാനാമൃതം വരുന്നു. ഗോവിൽ നിന്നും പശുവിൽ നിന്നും പാൽ ലഭിക്കുന്നു, ജലത്തിൻ്റെ കാര്യമില്ല. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയാം, ഡ്രാമയിൽ ഒരു തവണ നടന്ന കാര്യം വീണ്ടും 5000 വർഷത്തിന് ശേഷം ഉണ്ടാകും. അതേപോലെ ആവർത്തിക്കും. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഇപ്പോഴാണെങ്കിൽ സർവരും ദുർഗതിയിൽ കിടക്കുകയാണ്. രാവണനെ എന്തുകൊണ്ട് കത്തിക്കുന്നു എന്ന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, പരിധിയില്ലാത്ത ദസറ നടക്കണം. മുഴുവൻ സൃഷ്ടിയിലും രാവണ രാജ്യമാണല്ലോ. ഈ മുഴുവൻ ഭൂമിയും ലങ്കയാണ്. രാവണൻ ഏതെങ്കിലും പരിധിയിലിരിക്കുന്നില്ല. രാവണന്റെ രാജ്യം മുഴുവൻ സൃഷ്ടിയിലുമുണ്ട്. ഭക്തിയും പകുതി കൽപ്പം നടക്കുന്നു. ആദ്യം നടക്കുന്നത് അവ്യഭിചാരി ഭക്തിയാണ്. പിന്നെ വ്യഭിചാരി ഭക്തി ആരംഭിക്കുന്നു. ദസറ, രക്ഷാബന്ധൻ തുടങ്ങിയ എല്ലാം ഇപ്പോഴത്തെ ഉത്സവമാണ്. ശിവജയന്തിക്കു ശേഷം കൃഷ്ണ ജയന്തി ഉണ്ടാകുന്നു. ഇപ്പോൾ കൃഷ്ണപുരിയുടെ സ്ഥാപനം നടക്കുന്നു. ഇന്ന് കംസപുരിയിലാണ്, നാളെ കൃഷ്ണപുരിയിലായിരിക്കും. ശ്രീകൃഷ്ണൻ ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല. ശ്രീകൃഷ്ണൻ ജന്മമെടുക്കുന്നത് തന്നെ സത്യയുഗത്തിലാണ്. ശ്രീകൃഷ്ണൻ ഫസ്റ്റ് പ്രിൻസ് ആണ്. സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. വലുതാകുമ്പോൾ സിംഹാസനത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ ഈ രാസലീലയും മറ്റും പരസ്പരം സന്തോഷം ആഘോഷിക്കുന്നതാണ്. പിന്നെ കൃഷ്ണൻ ആരെ ഇരുന്ന് ജ്ഞാനം കേൾപ്പിക്കാനാണ്? ഇതെങ്ങനെ ഉണ്ടാകുവാൻ കഴിയും? മുഴുവൻ മഹിമയും ഒരു ശിവ് ബാബയുടേതാണ്. ആ ഒന്ന് പതീതരെ പാവനമാക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും വലിയ ഓഫീസേഴ്സിന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ താങ്കൾ ശരിയാണ് പറയുന്നത് എന്നവർ പറയും. എന്നാൽ അവർക്ക് മറ്റാരെയും കേൾപ്പിക്കുവാൻ സാധിക്കില്ല. അവരുടെ കാര്യം ആരും കേൾക്കുകയില്ല. BK ആയെങ്കിൽ എല്ലാവരും പറയും, ഇവർക്ക് ജാലവിദ്യ ഏറ്റു എന്ന്. BK എന്ന പേര് കേട്ടു കഴിഞ്ഞു. ഇവർ മന്ത്രജാലം ചെയ്യുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അല്പം ആർക്കെങ്കിലും ജ്ഞാനം നൽകിയെങ്കിൽ പറയും, ഈ BK ജാലവിദ്യ പ്രയോഗിക്കുന്നു എന്ന്. ഇവർ തങ്ങളുടെ ദാതയെ അല്ലാതെ മറ്റാരെയും അംഗീകരിക്കുന്നില്ല. ഭക്തിയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല. ബാബു പറയുന്നു, ഭക്തി ചെയ്യരുത് എന്ന് ആരെയും വിലക്കുവാൻ പാടില്ല. സ്വയമേ തന്നെ മുക്തമായിക്കൊള്ളും. നിങ്ങൾ ഭക്തി ഉപേക്ഷിക്കുന്നു, വികാരങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇതിന്മേൽ തന്നെയാണ് കോലാഹലങ്ങൾ നടക്കുന്നത്. ബാബ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രുദ്രജ്ഞാന യജ്ഞം രചിക്കുന്നു. ഇതിൽ ആസുരീയ സമ്പ്രദായത്തിൻ്റെ വിഘ്നമുണ്ടാകും. ഇതാണ് ശിവ് ബാബയുടെ പരിധിയില്ലാത്ത യജ്ഞം. ഇതിൽ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ജ്ഞാനയജ്ഞത്തിലൂടെ വിനാശജ്വാല പ്രജ്വലിതമായി എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. എപ്പോഴാണോ പഴയ ലോകം വിനാശമാകുന്നത്, അപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. മനുഷ്യർ പറയും, നമ്മൾ പറയുന്നു ശാന്തി ഉണ്ടാകണം, ഈ BK പറയുന്നു വിനാശം ഉണ്ടാകണം എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പഴയ ലോകം മുഴുവനും ഈ ജ്ഞാനയജ്ഞത്തിൽ സ്വാഹയാകും. ഈ പഴയ ലോകത്തിന് തീ പിടിക്കേണ്ടതുണ്ട്. നാച്ചുറൽ കലാമിറ്റീസും വരും. വിനാശം ഉണ്ടാവുക തന്നെ വേണം. കടുകുമണികൾ പോലെ എല്ലാ മനുഷ്യരും പൊടിഞ്ഞ് ഇല്ലാതാകും. ബാക്കി ആത്മാക്കൾ അവശേഷിക്കും. ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ആത്മാവ് അവിനാശിയാണ് എന്ന്. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത ഹോളിക നടക്കണം. അതിൽ ശരീരമെല്ലാം ഇല്ലാതാകും. ബാക്കി ആത്മാക്കൾ പവിത്രമായി മടങ്ങിപ്പോകും. അഗ്നിയിൽ വസ്തുക്കൾ
ശുദ്ധമാകുന്നുവല്ലോ. ഹവനം ചെയ്യുന്നു, അതായത് ഹോമിക്കുന്നു ശുദ്ധിക്ക് വേണ്ടി. അതെല്ലാം സ്ഥൂലമായ കാര്യങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ മുഴുവൻ ലോകവും സ്വാഹയാകണം. വിനാശത്തിന് മുമ്പ് തീർച്ചയായും സ്ഥാപന ഉണ്ടാകണം. ആർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്താലും ആദ്യം പറയൂ സ്ഥാപന, പിന്നെ വിനാശം. ബ്രഹ്മാവിലൂടെ സ്ഥാപന. പ്രജാപിതാവ് പ്രസിദ്ധമാണല്ലോ. ആദി ദേവനും ആദി ദേവിയും. ജഗദംബയുടെയും ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. എത്ര മേള നടക്കുന്നു. നിങ്ങൾ ജഗദംബയുടെ കുട്ടികൾ ജ്ഞാനേശ്വരിയാണ്, പിന്നെ രാജരാജേശ്വരിയാകും. നിങ്ങൾ വളരെയധികം ധനികരാകുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ ലക്ഷ്മിയോട് ദീപാവലിക്ക് വിനാശി ധനം യാചിക്കുന്നു. ഇവിടെയാണെങ്കിൽ സർവ്വതും ലഭിക്കുന്നു. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ. നിങ്ങൾക്കറിയാം നമ്മുടെ ആയുസ് 150 വർഷമായിരിക്കും. ബാബ പറയുന്നു, എത്ര യോഗം ചെയ്യുമോ അത്രയും ആയുസ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ഈശ്വരനുമായി യോഗം വെച്ച് യോഗേശ്വരനാകുന്നു. മനുഷ്യരാണെങ്കിൽ ഭോഗേശ്വരനാണ്. വികാരി എന്ന് പറയുന്നുമുണ്ട്. വിസർജ്യം വീണ വസ്ത്രം കഴുകി. ബാബ പറയുന്നു, എന്നെ അലക്കുകാരൻ എന്നും പറയുന്നു. ഞാൻ എല്ലാ ആത്മാക്കളെയും വന്ന് ശുചിയാക്കുന്നു. പിന്നെ ശരീരവും പുതിയതും ശുദ്ധമായതും ലഭിക്കും. ബാബ പറയുന്നു, ഞാൻ സെക്കൻഡിൽ മുഴുവൻ ലോകത്തിൻ്റെയും വസ്ത്രം ശുചിയാക്കുന്നു. കേവലം മന്മനാഭവ ആകുന്നതിലൂടെ ആത്മാവും ശരീരവും പവിത്രമായി മാറുന്നു. അത്ഭുത മന്ത്രമാണല്ലോ. സെക്കൻഡിൽ ജീവൻ മുക്തി. എത്ര സഹജ ഉപായമാണ്. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കേവലം ബാബയെ ഓർമ്മിക്കൂ. ഒരു പ്രയാസവും അല്പം പോലും നിങ്ങൾക്ക് നൽകുന്നില്ല. കേവലം ഓർമ്മിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഓരോരോ സെക്കൻഡിനും കയറുന്ന കലയുണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളുടെ സർവൻ്റായി വന്നിരിക്കുകയാണ്. നിങ്ങൾ വിളിച്ചത് തന്നെ, ഹേ പതീത പാവന വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്നാണ്. ശരി, കുട്ടികളെ വന്നിരിക്കുകയാണ്. അപ്പോൾ സർവൻ്റായല്ലോ. എപ്പോഴാണോ നിങ്ങൾ വളരെയധികം പതീതമായത് അപ്പോഴാണ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത്, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കുട്ടികളായ നിങ്ങൾക്ക് ഈ മന്ത്രം നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. മന്മനാഭവയുടെ അർത്ഥവുമുണ്ട്. മന്മനാഭവ മധ്യാജീഭവ എന്നാൽ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വിഷ്ണുപുരിയുടെ അധികാരിയാകും. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ വിഷ്ണുപുരിയുടെ രാജ്യം നേടുവാനാണ്. രാവണപുരിക്ക് ശേഷമാണ് വിഷ്ണുപുരി, കംസപുരിക്ക് ശേഷം കൃഷ്ണപുരി. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തോടുള്ള മമത്വം മാറ്റൂ. ഇപ്പോൾ നമ്മൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നത്. ഇത്രയും ധൈര്യം വെക്കേണ്ടത് ആവശ്യമാണ്. അവരാണെങ്കിൽ ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു, ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ബ്രഹ്മം വസിക്കാനുള്ള സ്ഥാനമാണ്. അവർ തപസ്യയിലിരിക്കുന്നു, നമ്മൾ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു ചേരും എന്ന്. പക്ഷേ തിരികെ ആർക്കും പോകുവാൻ സാധിക്കില്ല. ബ്രഹ്മവുമായി യോഗം വയ്ക്കുന്നതിലൂടെ പാവനമാവുകയില്ല. ഒരാൾക്ക് പോലും പോകുവാൻ സാധിക്കില്ല. പുനർജന്മം എടുക്കുക തന്നെ വേണം. ബാബ വന്ന് സത്യം പറഞ്ഞു തരുന്നു. സത്യഖണ്ഡം സത്യമായ ബാബയാണ് സ്ഥാപിക്കുന്നത്. രാവണൻ വന്ന് അസത്യഖണ്ഡം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ
ഉത്തമത്തേക്കാൾ ഉത്തമമാകുന്നു. അതിനാൽ ഇതിനെ പുരുഷോത്തമം എന്ന് പറയുന്നു. നിങ്ങൾ കവടിയിൽ നിന്നും വജ്രതുല്യമാകുന്നു. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ഉത്തമത്തിലും ഉത്തമ മനുഷ്യർ ദേവതമാരാണ്. ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങളെ പുരുഷോത്തമം ആക്കുന്നവൻ ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ഉയർന്നതിലും ഉയർന്ന സ്വർഗത്തിൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നു. പിന്നെ ഇത് നിങ്ങൾ എന്തുകൊണ്ട് മറക്കുന്നു? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. കുട്ടികൾ പറയുന്നു, ബാബ കൃപ കാണിക്കൂ. അപ്പോൾ നമ്മൾ മറക്കുകയില്ല. ഇതെങ്ങനെ സാധ്യമാകും? ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കണമല്ലോ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമാകും. നിർദ്ദേശം അനുസരിച്ച് നടക്കൂ. ബാക്കി എന്ത് ആശീർവദിക്കാനാണ്? ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓരോ ഡയറക്ഷൻ അനുസരിച്ച് നടന്ന് സ്വയം തന്നെ കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കണം. ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് സ്വയം തൻ്റെ വസ്ത്രങ്ങളെ സ്വച്ഛമാക്കണം. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകണം. അതിനാൽ ഈ പഴയ വീടിനോട് പരിധിയില്ലാത്ത വൈരാഗ്യം വെക്കണം. ലഹരി ഉണ്ടായിരിക്കണം. ഈ പഴയ ശ്മശാനത്തിൽ നമ്മൾ ദേവസ്ഥാനം നിർമ്മിക്കും. വരദാനം: ദയയുടെ ദൃഷ്ടിയിലൂടെ വെറുപ്പിൻ്റെ ദൃഷ്ടിയെ സമാപ്തമാക്കുന്ന നോളജ്ഫുള്ളായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ പരസ്പരമുള്ള സംസ്കാരങ്ങളെ അറിഞ്ഞ് സംസ്കാര പരിവർത്തനത്തിൻ്റെ താൽപ്പര്യത്തിൽ ഇരിക്കുന്നത്, ഇവർ ഇങ്ങനെ തന്നെയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കാത്തത്, അവരെ നോളജ്ഫുൾ എന്ന് പറയും. അവർ സ്വയം തന്നെ നോക്കുന്നു, നിർവിഘ്നം ആയിരിക്കുകയും ചെയ്യുന്നു. അവരുടെ സംസ്കാരം ബാബയ്ക്ക് സമാനം ദയാഹൃദയൻ്റേതായിരിക്കും. ദയയുടെ ദൃഷ്ടിയും വെറുപ്പിൻ്റെ ദൃഷ്ടിയെ സമാപ്തമാക്കുന്നു. ഇങ്ങനെയുള്ള ദയാഹൃദയരായ കുട്ടികൾ ഒരിക്കലും പരസ്പരം കലഹിക്കുകയില്ല. അവർ സൽപുത്രരായി തെളിവ് നൽകുന്നു. സ്ലോഗൻ: സദാ പരമാത്മാവിൻ്റെ ചിന്തനം ചെയ്യുന്നവർ തന്നെയാണ് നിശ്ചിന്ത ചക്രവർത്തി. അവർക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്ത ഉണ്ടാവുക സാധ്യമല്ല. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സ്വ ഉന്നതിയും സേവനത്തിൻ്റെ ഉന്നതിയും രണ്ടിലും ഒരാൾ പറഞ്ഞു, മറ്റേയാൾ ഹാൻജി എന്ന് പറഞ്ഞു. ഇങ്ങനെ സദാ ഏകതയോടെയും ദൃഢതയോടെയും പോയിക്കൊണ്ടിരിക്കൂ. ഏതുപോലെ ദാദിമാരുടെ ഏകതയുടെയും ദൃഢതയുടെയും സംഘടന ഉറച്ചതാണ്, അതേപോലെ രത്നങ്ങളായ നിങ്ങളുടെയും സംഘടന ഉറച്ചതാകണം. അപ്പോൾ സംഘടനയുടെ ശക്തിക്ക് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കും. സംഘടനയുടെ അടയാളത്തിൻ്റെ സ്മാരകമാണ് പഞ്ചപാണ്ഡവർ. മെഡിറ്റേഷൻ. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ
എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി, സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു. പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.